കീ ഫാമിലി. യെസ്. അപ്പോൾ 2025 നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. യെസ്, സാധാരണ ഞങ്ങൾ ന്യൂ ഇയർ രാത്രി തന്നെ വരാറുള്ളതാണ്. അതെ അതെ. ഇപ്രാവശ്യം അങ്ങനെയുള്ള ഒരു സംഭവം ഒന്നും വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയിട്ട് ഹാപ്പി ന്യൂ ഇയർ പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അതെ, എന്നാൽ ചിലതുണ്ട് കാണും. Yes. ചിലരൊക്കെ പറ്റിച്ചു കേട്ടോ. ഡൊമിനിക്ക് അതായത് മമ്മൂക്കയുടെ ബിലാലിന്റെ അപ്ഡേറ്റ് ഒക്കെ കാത്തിരുന്നവർ ശരിക്കും പറ്റിക്കപ്പെട്ടു. എപ്പോഴും പറയാറുള്ള അതൊന്നും കാത്തിരിക്കല്ലേ, കാത്തിരിക്കേണ്ട വേറെ കുറെ ഉണ്ടല്ലോ. അല്ല, എന്നാലും വിശ്വസിച്ച് പോകും, ഇങ്ങനെ പ്രതീക്ഷിച്ചു പോകും. തെറ്റ് പറയാൻ പറ്റില്ല. അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക തരം ന്യൂ ഇയർ വിഷ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കോ? നിനക്കും. ആണോ? ആ, റിയാക്ഷൻ ആണല്ലോ നമ്മുടെ മെയിൻ. പിന്നെ തീർച്ചയായും റിയാക്ഷൻ തന്നെ ചെയ്യാം. സ്പെഷ്യൽ. 2025 നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കൺവിൻസിങ് സ്റ്റാർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ എല്ലാവർക്കും ഇപ്പോഴാണ് നമ്മുടെ ശരിയായ വിഷ് എത്തിയത്. എല്ലാവർക്കും ഒന്നുകൂടി പറയണ ഹാപ്പി ന്യൂ ഇയർ 2025 അടിപൊളിയാവട്ടെ. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ കാര്യത്തിലേക്ക് വരാം. ഇന്നലെ 2 ബിഗ് അപ്ഡേറ്റ് 12 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ബബ്ബ, മറ്റൊന്ന് ഡൊമിനിക്. ഡൊമിനിക് സിനിമയുടെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്, അതുപോലെ ബബ്ബ സിനിമയുടെ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൽ ഏത് ആദ്യം ചെയ്യണം? ആദ്യം വന്ന് ബബ്ബല്ലേ? ഓക്കെ, ബബ്ബനെ ചെയ്യാം. രണ്ടും ഒരേ സമയത്ത് വന്നത്. അല്ല, അനൗൺസ്മെന്റ് വന്നത് ആദ്യം വന്നത് ബബ്ബയാണ്. പിന്നെ എന്താണെന്നറിയോ, എല്ലാരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ഗ്ലിംസ് ആയിരിക്കും. പക്ഷെ ഒരു പോസ്റ്ററിൽ ഒതുക്കി. പക്ഷെ ആ പോസ്റ്ററിൽ കുറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. അതെ, ഒരുപാട്. എന്തായാലും ലുക്കിനെ കുറിച്ച് പറയണം, പിന്നെ ആ ഒരു വണ്ടിയെ കുറിച്ച് പറയണം. നമ്മൾ ആൾറെഡി ഇത് കണ്ടു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് പറയാട്ടോ. പിന്നെ ഇത് ഫസ്റ്റ് ലുക്ക് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഫസ്റ്റ് ലുക്ക് അല്ലല്ലോ, വന്നില്ലേ? ആ അതെ, അതാണ് ഫസ്റ്റ് ലുക്ക്. ഇതിപ്പോ ഒരു ന്യൂ ഇയർ ആയതുകൊണ്ട് ന്യൂ ഇയർ സ്പെഷ്യൽ പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. എന്തായാലും പഴയതും പുതിയതുമായിട്ട് നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ സാറേ? അതല്ല പരിപാടി. ഓക്കെ, ബബ്ബ. ഇതാണ് പോസ്റ്റർ. ഗംഭീര കളറാണ്, നല്ല കിടിലൻ കളർ കോമ്പിനേഷനാണ് അല്ലേ? നല്ല യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള ഒരു ലുക്കിലാണ് നമ്മുടെ ദിലീപായിട്ടിരിക്കുന്നത്. കിടിലൻ കളറിങ് ഒക്കെ കേട്ടോ പോസ്റ്ററിന്റെ. അതെ, എന്താണെങ്കിലും റെഡും ബ്ലൂവും ബ്ലാക്കും മൊത്തം ഇവരുടെ ഒരു ടാഗ് ലൈൻ തന്നെ ഉണ്ടായിരുന്നല്ലോ, മാഡ്നെസ് എന്ന് പറഞ്ഞത്. അതെ അതെ, ആ ഒരു വൈബ് കിട്ടണം. അത് കിട്ടിയില്ലെങ്കിലാണ് പ്രശ്നം. പിന്നെ എന്താണെന്നറിയോ, ആളിരിക്കുന്ന വണ്ടി എങ്കയോ പാത്ത മാറി അല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. തീർച്ചയായിട്ടും നമ്പർ, അതായത് TN 5900 നമ്മുടെ ഗില്ലി റെഫറൻസ് വെച്ചിട്ടാണ് ഈ വണ്ടി ഇവര് കാണിച്ചിരിക്കുന്നത്. എന്നാലും ഇതെങ്ങനെ കണക്ട് ആവും എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈ ഒരു നമ്പർ യൂസ് ചെയ്തു എന്നുള്ളതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും കഥയാണോ? സെയിം വണ്ടി തന്നെയാണ്. അതെ, ജിപ്സി. അതായത് ഒരു റോഡ് മൂവി പോലെ ആരെങ്കിലും രക്ഷിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന എന്തെങ്കിലും മൂവി അല്ലല്ലോ. അല്ല, നമ്മളറിഞ്ഞത് റോഡ് മൂവിയാണെന്ന്. അല്ല, അങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു അറിവില്ല കേട്ടോ. അല്ല, അത് റോഡ് മൂവി അല്ല എന്നുള്ളതാണ് ഒരു ധാരണ. അതെ, മറ്റേ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുണ്ടായിരുന്നു ഈ സ്പാനറും മറ്റേ സാധനങ്ങളൊക്കെ പിടിച്ചത്. ഒരു വർക്ക്ഷോപ്പ് സെറ്റപ്പിലാണ്. ഇതിപ്പോ അങ്ങനെ തന്നെ വേണമെങ്കിൽ എടുക്കാം. ഇനി ചിലപ്പോ വിജയ് ഫാനായിട്ട് പോയിട്ട് വണ്ടി എടുത്തിട്ട് വന്ന് അങ്ങനെ എന്തെങ്കിലും സംഭവമാണോ? പറയാൻ പറ്റൂലല്ലോ. മാഡ്നസ് അതാണോ? അല്ല, അങ്ങനെ ഉണ്ടല്ലോ. അല്ല, ഇപ്പതാ നമ്മുടെ ഉണ്ണിക്കണ്ണൻ പോയിട്ടുണ്ട് രാത്രി കാൽനടയായിട്ട്. പക്ഷെ ആള് പോയിട്ട് കാണട്ടെ കേട്ടോ, അത് വേറൊന്ന്. പക്ഷെ മാഡ്നസ് ആണല്ലോ അതെ, അത് തീർച്ചയായിട്ടും അത് ഭ്രാന്തമായിട്ടുള്ള ആരാധനയാണ്. അതിന് അതുപോലെയുള്ള സംഭവം ആയിരിക്കുമോ? എന്തായാലും വിനീത് ശ്രീനിവാസൻ, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ 3 പേരും പ്രധാന വേഷം ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടന്റെ പേരും കൂടി കൊടുക്കണമായിരുന്നു. ലാലേട്ടൻ ഖാമിയോ? ഇവരൊന്നും ഖാമിയോ അല്ല, തുടർച്ചയായിട്ട് ആളുടെ കൂടെ ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ ലാലേട്ടൻ വരുന്ന സമയത്ത് ഒരു ജയിലറായി മാറാതിരുന്നാൽ മതിയായിരുന്നു. മാറട്ടെ, അല്ല മാറാതിരുന്നാ മതിയായിരുന്നു. ജയിലറിൽ ആ ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടർ ആവരുതെന്നാ പറഞ്ഞത്. ഞാൻ ഉദ്ദേശം എന്താ അറിയോ, അതായത് ആളുടെ പേരില് അറിയപ്പെട്ടോട്ടെ, എന്താ പ്രശ്നം? നല്ലതല്ലേ, അത് അടിപൊളിയാണ്. പക്ഷെ അങ്ങനത്തെ പോലെ ഒരു ക്യാരക്ടർ ആവരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സംഭവം നമ്മൾ ഇതിന്റെ മുൻപ് ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു വീഡിയോ വന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലാലേട്ടന്റെ വരവേൽപ്പ് സിനിമയിലെ ആ ഒരു ബസ് ഉണ്ടല്ലോ, ആള് സ്വന്തമായിട്ട് വാങ്ങുന്ന
ആ ബസ്സിൻ്റെ പേരിൽ ആ റെഫറൻസ് വെച്ചിട്ടൊരു ബസ് ഈ സിനിമയിലുണ്ട്. ഓക്കെ, ഇത് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഐറ്റം ആണ്. ഒരു സിനിമാമോഹി ആയിട്ടുള്ള ഒരു നായകൻ, ആൾക്ക് ഭയങ്കരമായിട്ടുള്ള വണ്ടി ഭ്രാന്ത്. സിനിമയില് സ്റ്റാറുകൾ യൂസ് ചെയ്യുന്ന ആ വണ്ടികളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സ്വന്താക്കുക എന്നുള്ളതായിരിക്കണം ആളുടെ ആ ഒരു മാഡ്നസ്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയില്ലേ? നമുക്ക് കഥയൊന്നും അറിയില്ലേ, ഞങ്ങൾ ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. ഏകദേശം തള്ളുന്നതാണ്. അല്ല, ഇനിയിപ്പോ തന്നെ സത്യമാണെങ്കിലേ അല്ല അവര് ലീക്കാക്കി സത്യമാണെങ്കിലേ അതൊരു പേടിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ അത് വേറെ കാര്യമുണ്ട്. ജനുവരി 1-ാം തീയതി ഫസ്റ്റ് വീഡിയോ തന്നെ തള്ളു തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിലിട്ട വീഡിയോ കൺവിൻസിങ് സ്റ്റാർ അവിടുന്ന് തുടങ്ങുകയാണെന്ന്. ശരിക്ക് ഇത് സത്യമാകുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ പറഞ്ഞത് ശരിയാണെങ്കിലേ, എടാ ചേട്ടേ ലാസ്റ്റ് ദിലീപിന്റെ അത് ഇതിനാണ് പ്രവർത്തകർ പറയുന്നുണ്ടാവും, കറക്റ്റായിട്ട് കിട്ടും ഇവന്. നമ്മൾ ഡീകോഡ് ചെയ്തു. സിമ്പിൾ. അടുത്തത് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. മമ്മൂക്കയുടെ ഈ വർഷത്തെ ആദ്യത്തെ സിനിമ അത് ഡൊമിനിക് ആണല്ലോ. ഒരുപാട് സിനിമ വെയിറ്റ് ചെയ്ത് ഉണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ബസൂക്ക ചെറിയൊരു മാറ്റം, ബസൂക്ക ഇതുവരെ എത്തിയിട്ടില്ല. അതിന്റെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും. ഈ ഡൊമിനിക്കിന്റെ ഇന്നലെ രാത്രി അപ്ഡേറ്റ്സ് വന്നപ്പോ എല്ലാവരും പ്രതീക്ഷിച്ചു സിനിമേന്റെ ട്രെയിലറോ അങ്ങനെ എന്തെങ്കിലും ഒരു ടീസർ വന്നല്ലേ, ട്രെയിലർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും പ്രതീക്ഷിക്കായിരുന്നു. പക്ഷെ കിട്ടിയത് റിലീസ് ഡേറ്റ്. അതെ, എന്തായാലും ട്രെയിലർ വരുന്നുണ്ട്, ഉടൻ തന്നെ വരും. ഡേറ്റ് നമ്മളിപ്പോൾ പറയുന്നില്ല, വരും. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്തായാലും ഡൊമിനിക് സിനിമ റിലീസിനെത്തുന്നത് ജനുവരി 23-ന്. ഓക്കെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും വന്നിട്ടുണ്ടായിരുന്നു ജനുവരി 23-ന് ഡൊമിനിക് വരും എന്നുള്ളത്. എന്തായാലും അനൗൺസ്മെന്റ് പോസ്റ്റർ ഇതാണ്. സംഭവം ഒളിഞ്ഞുനോട്ടം തന്നെയാണ്. ഏതൊരു കട്ടിലിന്റെ താഴെ വീണ് കിടക്കുന്ന കുറച്ച് വസ്തുക്കൾ. 3310 പഴയ ആ ഒരു നോക്കിയ ഫോൺ ഉണ്ടല്ലോ, അതാണ്. ഓക്കെ, പിന്നെ ഒരു സിം കാർഡ് ഉണ്ട്, അത് വലിയ ടൈപ്പ് വോഡാഫോണോ എയർടെലോ ഏതാണ്, റെഡ് ആണല്ലോ. വോഡാഫോൺ, എയർടെൽ, എല്ലാത്തിന്റെയും റെഡാ വന്നോണ്ടിരുന്നത് ആ സമയത്ത്. അപ്പൊ എവിടെയും വന്നിട്ടില്ല. ഓക്കെ, എന്തായാലും പോസ്റ്റർ മൊത്തത്തിൽ ഓറഞ്ചാണ്. ഓക്കെ, ഇതില് പർപ്പിൾ കിട്ടിയിട്ടില്ല കേട്ടോ. പർപ്പിളേ സാധാരണ അവര് യൂസ് ചെയ്യുന്ന ഒരു പർപ്പിൾ കളർ ഉണ്ട്, അനുസരിച്ചാണ് അവര് മാറ്റി കൊടുക്കുന്നത്. എന്നാലും പർപ്പിൾ വരാത്തൊരു സംഭവം ഇല്ലായിരുന്നു. ഇതെനിക്കെന്തോ ഈ മറ്റേ ഏതോ ഒരു കമന്റ് വായിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. ഡൊമിനിക്കിന്റെ പോസ്റ്റേഴ്സ് മൊത്തം ഈ മിഠായി കട്ട്ലാസ് പോലെ ഉണ്ടല്ലോ, എല്ലാം കളർഫുള്ളായിട്ട്. അതൊരു കാര്യമാണ്. എന്താണെങ്കിൽ നമുക്കിപ്പോ അത് നോക്കണ്ട, പോസ്റ്റർ നമ്മൾ വിട്ടു, ലാസ്റ്റത്തെ ആ സാധനം മാത്രം നോക്കിയാൽ. അതെ, മുന്നിൽ ആളെ പോലെ തന്നെ, അതായത് ഈ പൂച്ചയെ പോലെ ആ രീതിയിൽ തന്നെയാണ് മമ്മൂക്കയുടെ ക്യാരക്ടറിനെ ഇവര് അവതരിപ്പിച്ചിരിക്കുന്നത്. അവിടെ പൂച്ച ഉണ്ടല്ലേ, പൂച്ച ഇതിനകത്ത് ഭയങ്കര റെഫറൻസ് ഉണ്ട് കേട്ടോ. അതെ, വലിയ സംബന്ധമായിട്ട്, കാരണം സിംബോളിക്കായിട്ട് പറയാൻ തോന്നുന്നു. കാരണം എങ്ങനെ വീണാലും 4 കാലിൽ വീഴുന്ന സാധനമാണ് എല്ലാ പോസ്റ്ററുകളും. പൂച്ചയുണ്ട്, പിന്നെ പൂച്ചയുടെ റിഫ്ലക്സ് ഉണ്ടല്ലോ, പ്രതികരണ റിയാക്ഷൻ രീതി, അത് ഭയങ്കര സ്പീഡാണ്, അത് അത്ര വേഗതയിലാണ്, പെട്ടെന്നായിരിക്കും. അതെ, അപ്പൊ ആ സംഭവം തന്നെ ആയിരിക്കും. പിന്നെ ആള് പക്ക പൂച്ച അതേപോലെ തന്നെ നിൽക്കുന്നതും, പൂച്ച നടക്കുന്നത് പോലെ തന്നെ പമ്മിയാണ് നോക്കുന്ന രീതിയിൽ തന്നെയാണ്. ഓക്കെ, എന്തായാലും ഒരു പഴയ തരം ബൈനോക്കുലർ, പിന്നെ ഒരു ലെൻസ്, ഒരു പേഴ്സിനാണ് പ്രാധാന്യം, കത്രിക, പിന്നെ അതാ ഒരു പെണ്ണുണ്ടല്ലോ, ഒരു പെണ്ണുണ്ട്, പിന്നെ അതാ ഒരു ഹെഡ്ഫോൺ, പഴയ ഇയർഫോൺ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ആളുടെ സമയത്തിന് വല്ല ഉണ്ടോ? ഇല്ല, വെറുതെ കിട്ടിയത്. ഞാൻ എനിക്ക് സമയം നോക്കാൻ വേണ്ടി കിട്ടിയത് അടയേന്ന്. ഓക്കെ, വാച്ച് കിട്ടിയതൊക്കെ നോക്കുന്ന എന്തെങ്കിലും ഉണ്ടാവും, പറയാൻ പറ്റില്ല. എന്തായാലും ജനുവരി 23-ന് ഡൊമിനിക് വരും. വാസുദേവ് മേനോൻ എന്താണ് നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് 23-ാം തീയതി അറിയാം. അതെ, അതിന്റെ സ്ക്രിപ്റ്റ് ഒരുക്കിയിരിക്കുന്നത് നീരജ് ആൻഡ് സൂരജ്. ഓക്കെ, പിന്നെ സ്ക്രിപ്റ്റില് ഗൗതം മേനോൻ കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഒരുമിച്ചാണ്. നന്നായിരിക്കും.
വിധിയൊന്നും മാറും. ഗൗതം മേനോനെ മോശമായിട്ട് പറയുന്നല്ല കേട്ടോ. ആള് സ്ക്രിപ്റ്റിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കേട്ടിട്ടുണ്ട് പല സമയത്തും. എന്തായാലും കാത്തിരിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങള് അടുത്ത അപ്ഡേറ്റ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ. ഓർക്കുക ആദ്യത്തെ ആ ഒരു വിഷ് ഒന്നുകൂടി 25 എല്ലാവർക്കും നല്ലതാവട്ടെ. ഒന്നുകൂടി പറഞ്ഞേക്കാം, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.